നമസ്കാരം. ഇന്ന് നാരായണീയത്തിലെ 28ാം ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. ലം തരളാനലം പുരസ്താത് ജലധേരുദ്ദിജ ഗാളകാളകൂടം അമരസ്തുതി വാദമോദനിഘ്നോ ഗിരിശസ്തന്നിഭവൗ ഭവത്പ്രിയാർത്ഥം. ഭഗവാൻ തന്നെ വാസുകിയുടെ തലയും വാലും പിടിച്ച് പാലാഴി കടഞ്ഞു തുടങ്ങിയപ്പോൾ പാലാഴി വേണ്ട വിധത്തിൽ തന്നെ ഇളകി കലങ്ങി മറിഞ്ഞു. അതിൽ നിന്ന് ആദ്യമായി ഉണ്ടായത് കാളകൂട വിഷമാണ്, ഉഗ്രവിഷം. ആ വിഷത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ശക്തിയുള്ള വിഷാഗ്നി ഇളകിക്കൊണ്ടിരുന്നു. ആ വിഷശക്തി കൊണ്ട് ലോകം നശിക്കുമെന്ന് ഭയപ്പെട്ട ദേവന്മാർ എന്തു ചെയ്തു? സ്തോത്രങ്ങൾ കൊണ്ട് പരമശിവനെ സ്തുതിച്ചു. അവരുടെ സ്തുതിവചനങ്ങൾ കേട്ട് ശിവൻ പ്രസന്നനായി. മാത്രമല്ല, അങ്ങയുടെ പ്രീതിക്കായി ആ വിഷത്തെ കുടിച്ചു. നമുക്കറിയാം, കുടിച്ച് അതിങ്ങനെ തൊണ്ടേന്ന് ഇറങ്ങിയില്ല, അപ്പോഴേക്ക് പാർവതി അതിനെ തടുത്തു, കണ്ടത്തിൽ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും ലോകനാശത്തിനിടയാക്കിയ ആ വിഷം ശ്രീ പരമശിവനാണ് ഇല്ലാതാക്കിയത്. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്ദിജഗാള കാളകൂടം അമരസ്തുതിവാദ മോദനിഘ്നോ ഗിരിശസ്തന്നിഭവൗ ഭവത്പ്രിയാർത്ഥം. ദശകം 28 രണ്ടാമത്തെ ശ്ലോകം. വിമതത്സു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിതാമൻ ഹയരത്നമഭൂദധേ പരത്നം ദ്യുതരുശ്ചാപ്സരസ സുരേഷു താനി. കാളകൂട വിഷത്തെ തുടർന്ന് ഇനി എന്തെല്ലാമാണ് പാലാഴിയിൽ നിന്ന് അവർക്ക് കിട്ടിയത്? നോക്കൂ, വീണ്ടും അസുരന്മാരും ദേവന്മാരും ഭഗവാനോടൊപ്പം തന്നെ പാലാഴി കടഞ്ഞു തുടങ്ങി. അങ്ങനെ സുരഭി അഥവാ കാമധേനു പാലാഴിയിൽ നിന്നും പൊന്തി വന്നു. യജ്ഞകർമ്മങ്ങൾക്ക് വേണ്ട ഹവിസ് മുതലായവ അനായാസമായി നൽകാൻ കഴിവുള്ള കാമധേനുവിനെ ഭഗവാൻ ഋഷിമാർക്ക് നൽകി, മുനിമാർക്ക് നൽകി. അവർക്ക് അത് ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ട് വീണ്ടും മഥനം തുടർന്നു. പിന്നീട് എന്താണ് വന്നത്? കുതിരകളിൽ രത്നമായ ശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ്, അതുപോലെ വളരെ ശ്രേഷ്ഠനായ ആന ഐരാവതം, അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന കൽപ്പവൃക്ഷം, കൂടാതെ സുന്ദരികളായ അപ്സരസുകൾ, ഇവരെല്ലാം പാലാഴിയിൽ നിന്നും ഉണ്ടായി. ഇവരെല്ലാം തന്നെ ദേവന്മാർക്ക് ഭഗവാൻ നൽകി. വിമതത്സു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു നിധാസ്ത്രിധാമൻ ഹയരത്നമഭൂദധേ പരത്നം ദ്യുതരുശ്ചാപ്സരസ സുരേഷു താനി. ഇരുപത്തിയെട്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം. ജഗദീശ ഭവത്പരാ തദാനീം
കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. വീണ്ടും അസുരന്മാരും ദേവന്മാരും വളരെയധികം പാലാഴി പരിശ്രമിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പാലാഴി കടയാൻ തുടങ്ങി. നമുക്കറിയാം, നേരത്തെയുള്ള ശ്ലോകത്തിൽ കാമധേനു പോലെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി. അവസാനം വന്നത് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയാണ്. ആർക്കും ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യ ദേവതയാണ് ലക്ഷ്മി ദേവി. മാത്രമല്ല നിർമ്മലയുമാണ്. ദേവിക്ക് ഭഗവാനിൽ മാത്രമേ താല്പര്യമുള്ളൂ. എന്നാൽ ലക്ഷ്മി ദേവിയെ കണ്ടിട്ട് എല്ലാവർക്കും ആഗ്രഹം തോന്നി എന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും അതിസുന്ദരിയായ ലക്ഷ്മി ദേവി. പക്ഷേ ദേവിക്ക് വിഷ്ണു ഭഗവാനോട് മാത്രമാണ് അഭിരുചിയുള്ളത്. അങ്ങനെ നല്ലൊരു കാര്യമാണ് പാലാഴിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ജഗദീശ ഭവത്പരാതദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. 28-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകലോപഹൃതാഭിഷേചനീർ ഋഷയസ്താം ശ്രുതികീർഭിരഭ്യഷിഞ്ചൻ. പാലാഴിയിൽ നിന്ന് അവതരിച്ചിരിക്കുന്നത് ലോകമാതാവായ ലക്ഷ്മി ഭഗവതിയാണ്. മാത്രമല്ല ദേവി ഭഗവാനിൽ മാത്രമാണ് മനസ്സർപ്പിച്ചിരിക്കുന്നത് എന്ന് ദേവേന്ദ്രനും കൂട്ടരും മനസ്സിലാക്കി. അവർ ദേവിയെ ഒരു രത്ന പീഠത്തിലിരുത്തി എല്ലാവരും ചേർന്ന് ദേവിയെ അഭിഷേകം ചെയ്യാനുള്ള സാമഗ്രികൾ ശേഖരിച്ചു. മഹർഷിമാർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. ത്വയി ദത്തഹൃദേ തദൈവ ദേവി ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരി സകലോപഹൃതാഭിഷേചനീയൈർ ഋഷയസ്താം സ്തുതികീർഭിരഭ്യഷിഞ്ചൻ. 28-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വദപാംഗൈരവഭൂഷിതാംഗ വല്ലീം മണികുണ്ടലപീതചേല ഹാര പ്രമുഖൈസ്താമരാദയോ അന്വഭൂഷൺ. മഹർഷിമാർ ചെയ്യുന്ന അഭിഷേകം ഭഗവാൻ വിഷ്ണു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. മന്ത്രം കൊണ്ട് പവിത്രമായ കലശങ്ങളിൽ നിന്ന് ഒഴുകിയ തീർത്ഥജലം ദേവിയുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ ആ ജലത്തെ പിന്തുടർന്ന് ദേവിയുടെ അംഗപ്രത്യംഗങ്ങളിലെത്തിയ അംഗപ്രത്യംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ അംഗങ്ങളെയും ഭഗവാൻ നോക്കി കാണുകയാണ്. അങ്ങനെ ഭഗവാന്റെ മനോഹരങ്ങളായ ആ കടാക്ഷങ്ങൾ ദേവിയുടെ ശരീരത്തിന് ആഭരണങ്ങളായി തീർന്നു എന്ന് പറയുന്നു. ഭഗവാനോട് മാത്രം ആഭിമുഖ്യമുള്ള ഭഗവതിക്ക് മറ്റാഭരണങ്ങൾ
ഒന്നും ആവശ്യമില്ല തന്നെ. ആ ഭഗവാന്റെ കടാക്ഷം തന്നെ വലിയൊരു ആഭരണമാണ് ദേവിക്ക്. എങ്കിലും ദേവന്മാരും ഋഷിമാരും എല്ലാം ചേർന്ന് മണികുണ്ടലം, പീതചേല, അതുപോലെ മാലകൾ തുടങ്ങിയവയെ കൊണ്ട് ദേവിയെ അലങ്കരിച്ചു. അഭിഷേക ജലാനുപാതി മുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടല പീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്വഭൂഷൻ. 28-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. വരണശ്രജമാത്തഭൃംഗനാദാം ദദതി സാ കുജകുംഭമന്ദയാന പദസിഞ്ചിതമഞ്ജു നൂപുരാ ത്വാം കലിതവ്രീളവിലാസം ആസസാദ. മഹർഷിമാരാൽ അഭിഷേകം ചെയ്യപ്പെട്ടവളും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവളും ഭഗവാന്റെ കടാക്ഷങ്ങളാകുന്ന ദിവ്യ ആഭരണം അപാദചൂടം അണിഞ്ഞവളുമായ ആ ദേവി ദേവപുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ വരണമാല്യം കയ്യിലെടുത്തു. ദേവന്മാരൊരു ദിവ്യമായ മാല, വരണമാല്യം, ഭഗവാനെ അലങ്കരിക്കാനുള്ള അണിയിക്കാനുള്ള മാല്യം അവർ കൊടുത്തിട്ടുണ്ട്. ആ മാല കയ്യിലെടുത്തു. ആ മാലയ്ക്ക് ചുറ്റും അതിൻ്റെ സൗരഭ്യവും വർണ്ണഭംഗിയും മൂലം വണ്ടുകൾ ചുറ്റി പറന്നിരുന്നു. കുംഭങ്ങളുടെ ഭാരം മൂലം മന്ദമായി ചലിക്കുമ്പോൾ കാലിൽ അണിഞ്ഞിരുന്ന തളകൾ മനോജ്ഞമായ ശിഞ്ചിത ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ വരണമാല്യവും കയ്യിലേന്തി ദേവി മന്ദം ഭഗവാന്റെ അടുക്കലെത്തി. ഒരു ദേവിയാണെങ്കിലും ആ ദേവിയുടെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്നത്, അല്ലേ? വരണസ്രജമാത്തഭൃംഗനാദാം ദദതി സാ കുജകുംഭ മന്ദയാന പദസിഞ്ചിതമഞ്ജു നൂപുരാത്വം ത്വാം കലിതവ്രീളവിലാസ ആസസാദ. 28-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. ഗിരിശ ദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യഭിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിത ത്വയ്യനയാപി ദിവ്യമാല. ഈ വരണമാല കയ്യിലേന്തിയ ദേവി ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരെയും നിരീക്ഷിച്ചു. വരണമാലയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ദേവന്മാരൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഈ ദേവന്മാരെല്ലാം, അതായത് ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെല്ലാം തന്നെ ദോഷസങ്കലിതമായ ഗുണമുള്ളവരാണ്. അവർക്ക് ഗുണമുണ്ട്, പക്ഷേ ഗുണം മാത്രമല്ല ഉള്ളത്, ചെറിയ ദോഷങ്ങളുമുണ്ട് എന്ന് ദേവി കണ്ടു. പക്ഷേ എല്ലാ സമയത്തും ഗുണം മാത്രമുള്ള ആളാണ് വിഷ്ണു ഭഗവാൻ. അപ്പം അതുമാത്രമാണ് ദേവി കണ്ടത്. വിഷ്ണു ഭഗവാനിലാണ് ഗുണം മാത്രമുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദേവി വരണമാല വിഷ്ണു ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചു, അർപ്പിച്ചു. ഗിരിശദ്രുഹിണാദി സർവദേവാൻ
ഗുണഭാജോപ്യവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാപി ദിവ്യമാല. ഇന്ന് 28-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ഉരസാ തരസാ മമാനിദൈനം ഭുവനാനാം ജനനീം അനന്യഭാവം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിഭൃഷ്ട്യ പരിമുഷ്ടമാസ വിശ്വം. അങ്ങനെ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ പരിണയിച്ചു. ഈ ലോകമാതാവിനെ ഭഗവാൻ തൻ്റെ മാറിടത്തിൽ സ്ഥാനം നൽകി ആദരിച്ചു. അതായത് ലക്ഷ്മി ഭഗവതിക്ക് വേറെ ഏത് ദേവന്മാരിലും താല്പര്യമില്ല, തന്നിൽ മാത്രമാണ് എന്ന് ഭഗവാൻ മനസ്സിലായി. മാത്രമല്ല തൻ്റെ മാറിടത്തിൽ സ്ഥാനം നൽകി ആദരിച്ചു. ഭഗവാന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ എപ്പോഴും ആരുണ്ട്? ലക്ഷ്മി ദേവിയുണ്ട്. നിന്തിരുവടിയുടെ ഉരസിൽ വിലസുന്ന ആ ദേവിയുടെ കടാക്ഷ സമൃദ്ധിയുടെ വർഷത്താൽ വിശ്വം പരിപുഷ്ടമായി, ഐശ്വര്യപൂർണമായി. അതായത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം അല്ലെ, ഐശ്വര്യ ദേവതയാണ്. ലോകത്തിനും നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി ദേവിയെ കടാക്ഷിക്കാൻ, ലക്ഷ്മി ദേവിയെ പൂജിക്കേണ്ട കാര്യം തന്നെ ഇല്ല. പിന്നെ ആരെ പൂജിച്ചാൽ മതി? വിഷ്ണു ഭഗവാനെ പൂജിച്ചാൽ മതി. കാരണം വിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദേവിയുണ്ട് അല്ലേ. അദ്ദേഹം തൻ്റെ സ്വന്തം ഉരസ്സിലാണ് ദേവിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഒരുപോലെ അല്ലെങ്കിൽ ഒരാൾക്കൊരാൾ അനുപൂരകമായി തന്നെ ഈ നമുക്ക് പ്രാർത്ഥിച്ചാൽ, ഒരാളെ പ്രാർത്ഥിച്ചാൽ മറ്റൊരാളെ പ്രാർത്ഥിച്ച പോലെ തന്നെ ആയി. പക്ഷെ എങ്കിലും ഭഗവാനെയാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഭഗവതിയും വരും, നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും എന്ന് ചുരുക്കം. ഉരസാ തരസാ മമാനിദൈനം ഭുവനാനാം ജനനീമനന്യ ഭാവം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിഭൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം. ഇരുപത്തിയെട്ടാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. അതിമോഹന വിഭ്രമാതദാനീമദയന്തി ഖലു വാരുണീ നിരാഗാത് തമസ പദവീമദാ സ്തോമേന അതിസമ്മാനതയാ മഹാസുരേഭ്യഃ. പാലാഴിമതനം കഴിഞ്ഞിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ദേവി വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടു അല്ലേ. ഭഗവതിയെ നമ്മൾ പൂജിച്ച് ഭഗവാന്റെ നെഞ്ചിൽ അല്ലെങ്കിൽ മാറിടത്തിൽ കുടിയിരുത്തി. പക്ഷേ ഇവിടെ തീർന്നില്ല. നമുക്ക് എന്താ വേണ്ടത്? അമൃതാണ് വേണ്ടത്. അപ്പോൾ മദനം തുടരുകയാണ്. പിന്നീട് എന്താണ് പാലാഴിയിൽ നിന്ന് വന്നത്? മോഹജനകമായ വിലാസത്തോടു കൂടിയ, അതുപോലെ മതത്തെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പൊന്തി വന്നത്. മദ്യം, മദ്യമാണ് വാരുണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അജ്ഞാന കാരണമായ ആ വാരുണി ആർക്ക് കൊടുക്കാം? അത് അസുരന്മാർക്കാണ് നല്ലതെന്ന് ഭഗവാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാൻ ഈ മദ്യത്തെ അത്യന്തം ബഹുമാനത്തോടു കൂടി മഹാന്മാരായ അസുരന്മാർക്ക് ദാനം ചെയ്തു. മഹാന്മാരായ അസുരന്മാർക്ക് വളരെ പരിപാവനമാവുന്ന രീതിയിലാണ് അദ്ദേഹം അസുരന്മാർക്ക് ഈ മദ്യം
കൊടുത്തത്. അപ്പം അതുകൊണ്ട് അസുരന്മാർ വളരെയധികം തൃപ്തരായി അത് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിമോഹന വിഭ്രമാതദാനീം മദയന്തീ ഖലു വാരുണീ നിരാഗാത് തമസ പദവീമദാസ്ത്വം ഏനാമതി സമ്മാനദയ മഹാസുരേഭ്യഃ. 28-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബു രാശേഹേ അമൃതം കലശേവഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതലയേശ. പാലാഴി കടഞ്ഞ് ഇപ്പൊ നമ്മൾ കണ്ടത് മദ്യം ആണ് അവിടെ നിന്നും പൊന്തി വന്നത്. അത് നമ്മൾ ബഹുമാനത്തോടുകൂടി അസുരന്മാർക്ക് കൊടുത്തു. അത് അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പാലാഴിയിൽ നിന്ന് നിന്തിരുവടി ഭഗവാൻ തന്നെ പുതുമേഘം പോലെ സുന്ദരമായ ശരീരമുള്ളവനായി 2 കൈകളാൽ ഒരു കുടത്തിൽ അമൃതത്തെ വഹിക്കുന്നവനായി ധന്വന്തരമൂർത്തിയായി ഉയർന്നു വന്നു. ഭഗവാൻ ധന്വന്തര മൂർത്തിയായിട്ടാണ് ഒരു കുംഭത്തിൽ, ഒരു കലശത്തിൽ അമൃതമായിട്ട് പാലാഴിയിൽ നിന്നും പൊന്തി വന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, ധന്വന്തരമൂർത്തേ, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ, ഇല്ലാതാക്കണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബു അംബുരാശേഹേ അമൃതം കലശേവഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. ഗുരുവായൂരപ്പ.